കണ്ണൂർ കണ്ണൂർ ജില്ല നിലവിൽ വന്നത് 1957 ജനുവരി 1-നാണ്. പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെട്ടിരുന്നു. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു. തറികളുടെയും തിറകളുടെയും നാട് എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ്. 87 കിലോമീറ്ററാണ് കടൽ തീരം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ലയാണ്. 1136:1000 കണ്ണൂരിലെ സ്ത്രീ പുരുഷ അനുപാതം. അപ്പോൾ കണ്ണൂർ ജില്ല നിലവിൽ വന്നത് 1957 ജനുവരി 1-നാണ്. പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെട്ടിരുന്നു. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു. തറികളുടെയും തിറകളുടെയും നാട് എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ. 87 കിലോമീറ്ററാണ് കടൽ തീരം വരുന്നത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ലയാണ്. അനുപാതം 1136:1000. ഇന്ത്യയിൽ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ലയാണ് കണ്ണൂർ. കേരളത്തിൽ സഹകരണ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ആദ്യ മെഡിക്കൽ കോളേജ് പരിയാരൻ മെഡിക്കൽ കോളേജ് കണ്ണൂരാണ്. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് കണ്ണൂർ ജില്ലയിലാണ്. നാവിക അക്കാദമി ഏഴിമല നാവിക അക്കാദമിയാണ് INS സാമുദ്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായിരുന്ന പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലാണ്. കേളപ്പനായിരുന്നു ഇതിൻ്റെ നേതൃത്വം. അപ്പോൾ ഇന്ത്യയിൽ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ സഹകരണ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ആദ്യ മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജാണ്. ഇത് കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് കണ്ണൂർ ജില്ലയിലാണ്. നാവിക അക്കാദമി ഏഴിമല നാവിക അക്കാദമിയാണ് കണ്ണൂർ ജില്ലയിലാണ്. മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായിരുന്നു പയ്യന്നൂർ. ഇത് കണ്ണൂർ ജില്ലയിലാണ്. കേളപ്പനായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂരാണ്. ബീഡി വ്യവസായത്തിന് പേരുകേട്ട ജില്ലയാണ് കണ്ണൂർ. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുണ്ടായിരുന്ന ആറളം ഫാം കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടമായ ബ്രൗൺസ് പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അഞ്ചരക്കണ്ടി കണ്ണൂർ ജില്ലയിലാണ്. ധർമ്മടം ദ്വീപ് അഞ്ചരക്കണ്ടി പുഴയിലാണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ് പന്നിയൂർ. ഇത് കണ്ണൂർ ജില്ലയിലാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കലാണ്. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ. അപ്പോൾ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂരാണ്. ഇത് കണ്ണൂർ ജില്ലയിലാണ്. ബീഡി വ്യവസായത്തിന് പേരുകേട്ട ജില്ലയാണ് കണ്ണൂർ. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുണ്ടായിരുന്ന ആറളം ഫാം കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടമായ ബ്രൗൺസ് പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അഞ്ചരക്കണ്ടി കണ്ണൂർ ജില്ലയിലാണ്. ധർമ്മടം ദ്വീപ് അഞ്ചരക്കണ്ടി പുഴയിലാണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ് പന്നിയൂർ. ഈ പന്നിയൂർ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കലാണ്. തലശ്ശേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ബ്രണ്ണനാണ്. മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ ആസ്ഥാനം തലശ്ശേരിയിലെ കോടിയേരിയാണ്. കോടിയേരി തലശ്ശേരി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. കരിവള്ളൂർ കർഷക സമരം നടന്നത് 1946. മലയാള ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മാഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് അക്കാദമി ഇരണിക്കാവാണ്. അപ്പോൾ തലശ്ശേരിയുടെ പിതാവാണ് എഡ്വേർഡ് ബ്രണ്ണൻ. മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ ആസ്ഥാനം കോടിയേരിയാണ്. തലശ്ശേരിയിലെ കോടിയേരി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കരിവള്ളൂർ കർഷക സമരം നടന്ന വർഷം 1946. മലയാള ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മാഹിയാണ്. ഇന്ത്യയിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് അക്കാദമി ഇരണിക്കാവാണ്. ഇന്ത്യയിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് അക്കാദമി ഇരണിക്കാവ്. കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൽ പൊക്കുടൻ. കൊട്ടിയൂർ വന്യജീവി സങ്കേതം മാടായിപ്പാറയാണ്. ആദ്യ സാക്ഷരതാ പഞ്ചായത്ത് ശ്രീകണ്ഠപുരമാണ്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം. ഇത് കണ്ണൂർ ആസ്ഥാനമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 3 സീകളുടെ നഗരമാണ് തലശ്ശേരി. ഈ 3 സി എന്ന് പറയുന്നത് ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്. ഇതിൻ്റെ നഗരം എന്ന് പറയുന്നത് തലശ്ശേരിയാണ്. ഇന്ത്യയിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം തലശ്ശേരിയിലായിരുന്നു. അപ്പോൾ കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെട്ടിരുന്ന ആളാണ് പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൽ പൊക്കുടൻ. കൊട്ടിയൂർ വന്യജീവി സങ്കേതം മാടായിപ്പാറയാണ്. ആദ്യ സാക്ഷരതാ പഞ്ചായത്താണ് ശ്രീകണ്ഠപുരം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം.
3 സീകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്, ഇതാണ് 3 സി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം തലശ്ശേരിയിലായിരുന്നു. കേരളത്തിൽ ആദ്യ ബേക്കറി ആരംഭിച്ച സ്ഥലം തലശ്ശേരിയാണ്. കേരളത്തിലെ സർക്കസ് കലയുടെ കേന്ദ്രം തലശ്ശേരിയാണ്. സർക്കസ് കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് 1996 മാർച്ച് 1-നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മാങ്ങാട്ടുപറമ്പാണ്. പോർച്ചുഗീസ് വൈസ്രോയിയായ അൽമേഡ നിർമ്മിച്ച കോട്ടയാണ് സെൻറ്റ് ആഞ്ചലസ് കോട്ട, കണ്ണൂർ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബേക്കറി ആരംഭിച്ച സ്ഥലം തലശ്ശേരിയാണ്. കേരളത്തിലെ സർക്കസ് കലയുടെ കേന്ദ്രം തലശ്ശേരിയാണ്. സർക്കസ് കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് 1996 മാർച്ച് 1-ന് മാങ്ങാട്ടുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പോർച്ചുഗീസ് വൈസ്രോയി ആയ അൽമേഡ നിർമ്മിച്ച കോട്ടയാണ് സെൻറ്റ് ആഞ്ചലസ് കോട്ട, കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള താലൂക്കാണ് തളിപ്പറമ്പ്. ദക്ഷിണ വാരണസി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂർ ശിവക്ഷേത്രമാണ്. ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്നത് തലശ്ശേരിയിലെ തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രമാണ്. കണ്ണൂർ ആസ്ഥാനമായി ഹാൻവീവ് സ്ഥാപിതമായ വർഷം 1968-ആണ്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട്. 4 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. സുഖവാസ കേന്ദ്രമായ പൈതൽമല കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള താലൂക്കാണ് തളിപ്പറമ്പ്. ദക്ഷിണ വാരണസി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂർ ശിവക്ഷേത്രമാണ്. ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്നത് തലശ്ശേരിയിലെ തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രമാണ്. കണ്ണൂർ ആസ്ഥാനമായി ഹാൻവീവ് സ്ഥാപിതമായ വർഷം 1968-ആണ്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട്. 4 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്. സുഖവാസ കേന്ദ്രമായ പൈതൽമല കണ്ണൂർ ജില്ലയിലാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. പിച്ചള പാത്രങ്ങളുടെ പറുദീസയാണ് കുഞ്ഞിമംഗലം. മലയാളത്തിലെ ആദ്യ പത്രമാണ് രാജ്യസമാചാരം. ഇത് പുറത്തിറങ്ങിയത് ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ്. വർഷം 1847. കണ്ണൂർ ജില്ലയിൽ പുതുതായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കണ്ണൂരാണ്. കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും കണ്ണൂരാണ്. അപ്പോൾ പഴശ്ശി ഡാം കണ്ണൂർ ജില്ലയിലാണ്. പിച്ചള പാത്രങ്ങളുടെ പറുദീസയാണ് കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം. മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം. ഇത് പുറത്തിറങ്ങിയത് ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ്. വർഷം 1847. കണ്ണൂർ ജില്ലയിൽ പുതുതായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ അതുപോലെ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും കണ്ണൂർ ജില്ലയിലാണ്. താങ്ക് യു.